തനിക്കെതിരായി നിൽക്കുമ്പോഴും തന്റെ ജീവൻ തന്നെ ഭീഷണി വരുന്ന സമയത്തും ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് സങ്കീർത്തനം 17-ാം അധ്യായം എന്ന് പറയുന്നത്. ഇതിനെ ഒരു 3 പാട്ടായി തിരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് പാട്ടിന് ദാവീദ് പ്രാർത്ഥിക്കാൻ എടുക്കുന്നതിന് മുമ്പുള്ള ഒരുക്കവും അതായത് പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് പറയുന്ന കാര്യങ്ങൾ, അത് കഴിഞ്ഞ് ദൈവത്തോട് തന്റെ പ്രശ്നങ്ങൾ പറയുന്നത്, അതിനെ നിരീക്ഷിക്കണേ എന്ന് പറയുന്ന കാര്യം 3 ആയിട്ട് സംഗീതത്തിനെ തിരിക്കാൻ പറ്റും. അതില് 1-ാമത്തെ വാക്യം വായിക്കാവോ? യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ, കപടമില്ലാത്ത അതിരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. 1-ാമത്തെ വാക്യത്തില് ദാവീദ് യഹോവേ ന്യായത്തെ കേൾക്കണമേ, എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. അപ്പോൾ സാധാരണ നമ്മൾ പ്രാർത്ഥിച്ചുകൊടുക്കുമ്പോൾ എങ്ങനെയാണ് ദൈവമേ മഹാപരിശുദ്ധനും പിതാവിന്റെ പിതാവ് എന്ന പ്രാർത്ഥനയില്ല. അപ്പോൾ ദൈവം ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, യഹോവേ ന്യായത്തെ കേൾക്കണമേ, എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. അപ്പോ ദാവീദ് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തോട് അപേക്ഷിച്ചോടുന്നു, ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കണമേ. അതിന്റെ ബാലൻസായിട്ട് വരുന്നത് കപടമില്ലാത്ത അതിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. അപ്പൊ എന്താ ദാവീദ് പറയാം, കപടമില്ലാത്ത എന്റെ അതിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. അപേക്ഷയായിട്ടാണ് ദാവീദ് പ്രാർത്ഥന തുടങ്ങുന്നത്. ഇപ്പോ ഈ ഒരു ഇതിന്റെ എന്താ പറയാ, ഒരു 10 അക്ഷരത്തിൽ ഇത് മൊത്തത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ദാവീദിന്റെ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയുന്ന നമ്മുടെ കൂട്ട് വേലക്കാർ, നമ്മുടെ ഓഫീസിലെ കൊളീഗ്സ്, അല്ലെങ്കിൽ നമ്മുടെ ചർച്ചക്കാർ, ബന്ധുക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലീസ് ആണെങ്കിൽ നമ്മൾ കുറ്റം പറയുന്ന ഒരു അവസ്ഥ. സിറ്റുവേഷൻ ആലോചിച്ച് നോക്കണേ, നമ്മളെല്ലാവരും കുറ്റം പറയുന്ന ഒരു അവസ്ഥ. രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയുന്ന ആൾക്കാർ നമുക്കെതിരായി തിരിയുന്നൊരവസ്ഥ. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ ഭീഷണി വരുന്ന സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ നടുവിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പ്രാർത്ഥിച്ചു, ആ സിറ്റുവേഷനിൽ ഇപ്പോൾ ദാവീദിരിക്കുന്നത് ഈ സങ്കീർത്തനത്തിൽ മൊത്തം അങ്ങനെയാവും. ആ ഒരു സിറ്റുവേഷനിൽ ദാവീദ് ആയിരിക്കുന്ന സമയത്ത് ദാവീദ് ദൈവത്തോട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് പറയാം, ദൈവമേ യഹോവേ ന്യായത്തെ കേൾക്കണമേ, എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. ദാവീദ് നിലവിളിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തോട് ശ്രദ്ധിക്കണമേ. രണ്ടാമത്തെ എന്താ, കപടമില്ലാത്ത അതിരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥന കേൾക്കണമേ. അപ്പോ ദൈവത്തിന്റെ മുമ്പിൽ ദാവീദ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാവീദിന്റെ മനസ്സിൽ പല ചിന്തകൾ കടന്നു വരുന്നുണ്ട്. അല്ലെ, എന്റെ ഒരു ചിന്തയെ പറയാം. നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പല ചിന്തകൾ കടന്നുപോകാം, കർത്താവ് അങ്ങനെയാണ്. പക്ഷെ ദാവീദ് ഇവിടെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഫസ്റ്റുള്ള ചിന്തകളെ കടന്ന ചിന്തകളെല്ലാം ദാവീദിന്റെ പ്രാക്ടീസ് നിർത്തിയിട്ട് ദാവീദ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ആ വാക്യം വായിച്ചിട്ട് 2-ാമത്തെ വാക്യം വായിക്കാവോ? എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ, നിന്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ. എന്താ പറഞ്ഞേ? എനിക്കുള്ള വിധി നിന്റെ സന്നിധി പുറപ്പെടട്ടെ, നിന്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ. 3-ാമത്തെ വാക്യം കൂടി. നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്ത് രാത്രിയിൽ എന്നെ സന്ദർശിച്ചു, നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല, എന്റെ വായിൽ എങ്കിലും ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇവിടെ ദാവീദ് അടുത്ത കാര്യം എന്താണോ, ദൈവത്തിന് നിലവിളിച്ച അടുത്ത കാര്യം ദാവീദ് സ്വന്തം ശോധന ചെയ്യാം. പ്രാർത്ഥിക്കുന്നതിന് എന്താ, സ്വന്തമായിട്ട് ശോധന ചെയ്യാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേട്ട് ഡയറക്റ്റ് നമ്മൾ ആവശ്യങ്ങൾ പറയും. പക്ഷെ ദാവീദ് അതെല്ലാം ചെയ്ത് എന്താ, ദൈവം സ്വന്തം ഹൃദയത്തെ ശോധന ചെയ്യാം, ദൈവത്തോട് ശോധന ചെയ്യാൻ പറയാം. അപ്പൊ ദൈവം പ്രാർത്ഥന കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ദാവീദ് ദൈവത്തോട് ചോദിക്കും. ഇങ്ങനെ തുറന്ന് പരിശോധിക്കുക. കാരണം ഇത്രേ ഉള്ളൂ. ദാവീദ് ചെയ്ത കാര്യമായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താ, തന്റെ സ്വന്തം മനസ്സിനെ ദൈവത്തിനെ പരിശോധിക്കാൻ വിധനായി കൊടുക്കും എന്നുള്ള കാര്യമാണ്. നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ടോ, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നേരെ സ്റ്റാർട്ട് ചെയ്യും, കർത്താവേ ഞങ്ങളുടെ പ്രോബ്ലം, നമ്മുടെ ജീവിതത്തിലെ ലൈഫ് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങളെ സാഹചര്യങ്ങൾ മാറ്റണേ, കുടുംബത്തിൽ പ്രശ്നങ്ങൾ മാറ്റണേ, വഴി തുറന്നു തരണേ, അല്ലെങ്കിൽ അവരോട് ഞങ്ങൾ നിന്റെ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് അവരോട് ക്ഷമിക്കണേ. ഇതൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത്. പക്ഷെ അതിൻ്റെ ഇപ്പുറത്ത് വേറെ നമ്മൾ കൂടി ശോധന ചെയ്യണം. പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ച കാര്യങ്ങൾ ശരിയാണോ, അവരെ പറ്റി ഞാൻ ചിന്തിച്ച കാര്യങ്ങൾ ശരിയാണോ, അല്ലെങ്കിൽ എൻ്റെ നിരൂപണങ്ങൾ ശരിയായോ, എൻ്റെ വാക്കിലെ പ്രവർത്തികളിൽ എനിക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നുപോയോ, ഈ കാര്യങ്ങൾ ശോധന ചെയ്യണം ഫസ്റ്റ്. എന്നിട്ട് അവിടെ പ്രാർത്ഥനാവായി നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം ദാവീദ് എന്താ ചെയ്യുന്നത്, ദാവീദ് ഫസ്റ്റ് തന്നെ ദൈവത്തോട് പറയാം, എൻ്റെ ഹൃദയത്തെ പരിശോധിക്കണമേ. അങ്ങനെ പറഞ്ഞ് ദാവീദ് സ്വന്തമായിട്ട് സെൽഫായിട്ട് ശോധന ചെയ്തുകൊണ്ട് ശോധന ചെയ്യാൻ വേണ്ടി ദൈവത്തെ പെട്ടുകൊടുത്തു. അതാ ദാവീദ് ചെയ്ത 2-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ. സങ്കീർത്തനം 34:15 വായിക്കാവോ? യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ വിലവിളിക്ക് തുറന്നിരിക്കുന്നു. ഇവിടെ ശോധന ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത അതിന്റെ
ശോധന ചെയ്യുന്ന ദൈവം. രണ്ടാമത്തെ കാര്യം ദൈവം നമ്മൾ പ്രാർത്ഥന ചെയ്യുന്നതാ പറഞ്ഞു. സങ്കീർത്തനം 34:5 പറയുന്നു, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേൽ അവന് ശരിയാണ് നിലവിളി തുറന്നിരിക്കുന്നു. അപ്പൊ ദാവീദ് നിലവിളിച്ചോണ്ടിരിക്കുക. നമ്മളും ഇതേ സിറ്റുവേഷൻ ആയിരുന്ന സമയത്ത് നമ്മളും നിലവിളിച്ചാലും ദൈവം നമ്മൾ നിലവിളി കേൾക്കും. അതിനെന്താ, അതിന് മുമ്പേ നിലവിളിക്കുന്നതിന് മുമ്പേ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ഏറ്റു പറയണം. ദാവീദ് ചെയ്ത കാര്യമാണ്. ദാവീദിന്റെ പ്രാർത്ഥനയുടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാവീദ് തന്റെ ആവശ്യം പറഞ്ഞതിന് മുമ്പേ, തനിക്ക് രക്ഷ വേണമെങ്കിൽ തന്റെ ആവശ്യങ്ങൾ പറഞ്ഞതിന് മുമ്പേ താൻ സെൽഫായിട്ട് ശോധനയ്ക്ക് ഇറങ്ങുന്നതാണ്. തന്റെ കുറ്റങ്ങൾ താൻ അത് ഏറ്റു പറഞ്ഞു. എന്നിട്ടാണ് ദാവീദ് എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. ദൈവം നമ്മുടെ നിലവിളികൾ ദൈവം കേൾക്കുന്നുണ്ട്. അപ്പൊ ദൈവം നിലവിളി കേൾക്കുമ്പോൾ നമ്മളെ തെറ്റുകളും കുറ്റങ്ങളും നമ്മൾ ശോധന ചെയ്തിട്ടാണ് നിലവിളിക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവം പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യും? ഉറപ്പായിട്ടും മറുപടി തരും. രണ്ടാമത്തെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ നമ്മൾക്ക് വരുന്ന പ്രശ്നങ്ങൾ കേൾക്കാൻ ചിലപ്പോൾ ആരുണ്ടാകുന്നില്ല. നമ്മൾ പോകുന്ന കഷ്ടങ്ങൾ ചിലപ്പോൾ നമ്മൾ ഏത് സിറ്റുവേഷനിലായിരിക്കുന്നത് മറ്റൊരു ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അറിയണമെന്നില്ല. നമുക്ക് എന്തെങ്കിലും കഷ്ടത്തിൽ നമ്മൾ തളർന്നു പോകുമ്പോൾ നമ്മൾ താങ്ങാൻ ആരെങ്കിലും ഉണ്ടായെന്ന് വരുന്നില്ല. എന്നാൽ ഇതെല്ലാം കാണുന്ന എല്ലാം കേൾക്കുന്നവരുടെ അപ്പം നമ്മളെ താങ്ങാനുണ്ട്. അതാണ് എന്താണ്, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന് ചെവി തുറന്നിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ചെവി തുറന്നു വെച്ചിരിക്കുക. എന്റെ മക്കൾക്ക് എവിടെയെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ, അവർ തളർന്നു പോയോ, അവരുടെ ജീവിതത്തിൽ മേലെ ഒറ്റയ്ക്കായിരിക്കണമെന്ന് ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ മനുഷ്യനെ ആശ്രയിക്കാതെ, ഇല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ അവർ വന്നില്ലല്ലോ, ഇല്ലെങ്കിൽ എന്റെ താങ്ങാൻ ആരും വന്നില്ലോ സഹായിക്കാണ്ട്, ഇല്ലെങ്കിൽ ആ കാര്യം വരാണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കിയാൽ ദൈവം നമ്മളെ താങ്ങും. ആ ഒരു താങ്ങൽ പോലെ ജീവിതത്തിന്റെ മേഖലയിൽ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ, ഇല്ലെങ്കിൽ വേറെ ആരും നമ്മൾ കൂട്ടായി വന്നു കഴിഞ്ഞാലും അത് അല്പ സമയത്തേക്ക് ഉണ്ടാകത്തുള്ളൂ, ഇല്ലെങ്കിൽ ഒരു ടൈം കഴിഞ്ഞാൽ അവരവരുടെ പോകും. പക്ഷെ എന്റെ ദൈവം അങ്ങനെയല്ല. ജീവിതാന്തത്തോളം നമ്മൾ പുലർത്തും, നമ്മളെ താങ്ങുവാൻ, നമ്മുടെ കഷ്ടതകൾ അറിയാൻ നമ്മളെ താങ്ങാൻ ആരുണ്ട്? നമ്മുടെ ദൈവം നമ്മളെ കൂടെ ഉണ്ട്. അടുത്ത ദൈവം നമ്മളെ ഹൃദയത്തെ പരിശോധന പറഞ്ഞു. ദൈവം നമ്മളെ ഹൃദയത്തെ പരിശോധന ചെയ്യുന്നു. മറ്റാർക്കും ഇല്ലാത്തതിന്റെ മറ്റുള്ള ആൾക്കാരുടെ പ്രത്യേകതയാണ് നമ്മുടെ ദൈവത്തിന്. എന്താ ദൈവം നമ്മുടെ ബാഹ്യമായ കാര്യങ്ങളൊന്നും പരിശോധിക്കുന്നില്ല. ദൈവം നോക്കുന്നത് എന്താ? നമ്മുടെ ഹൃദയത്തെ. നമ്മൾ ഏത് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാനിരിക്കും, നമ്മൾ ഏത് ഹൃദയത്തിൽ ചർച്ചയിലോട്ട് വരുന്നു, നമ്മൾ ഏത് ഹൃദയത്തിൽ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നത് ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചർച്ചിൽ ഇപ്പോൾ ഒരു വ്യക്തി ആയിരിക്കട്ടെ, ചർച്ചിൽ വരുന്നു, ചർച്ചിലെ ആൾ ഭയങ്കര ആക്റ്റീവ് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളുണ്ട്. ചർച്ചിൽ കഴിഞ്ഞ പിറ്റേഷൻ ജോബിന് പോയ ആള് എന്താണ് സൺഡേ ചെയ്യുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുക. എന്താ തിങ്കളാഴ്ച മുതൽ നെക്സ്റ്റ് സൺഡേ വരെ എന്താണോ ബൈബിളിൽ പറയുന്നത്, എന്താണ് ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് ക്രിസ്ത്യ ജീവിതമാണ്. ദൈവത്തിന് പ്രസാദമുള്ള വഴിയാണോ? അല്ല. ദൈവം നോക്കുന്നത് നമ്മുടെ മനസ്സിനെയാണ്. നമ്മുടെ മനസ്സിന്റെ നിരൂപണങ്ങൾ ദൈവം ഇവിടുത്തെ അറിയുന്നു. സംഗീതം 131:20 വായിക്കാമോ? ഞാൻ പൂർണ്ണ ദോഷത്തോടെ അവരെ ദേഷിക്കുന്നു, അവരെ എന്റെ ശത്രുക്കളായി എണ്ണുന്നു. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ ദിനങ്ങളെ അറിയണമേ. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണം. അപ്പൊ ഇതാ ദൈവം നമ്മളെ മനസ്സിലെ നിരൂപണങ്ങൾ ദൈവം ഓൾറെഡി അറിയുന്നുണ്ട്. ആ 131 സങ്കീർത്തനം ഫുള്ള് വായിച്ച് നമുക്ക് ദൈവം നമ്മുടെ നിലവുകൾ അറിയുന്നു. നമ്മൾ എവിടെ പോയാൽ നമ്മൾ തിരുവുന്നതിന് മുമ്പേ ദൈവം കാര്യങ്ങൾ അറിയുന്നുണ്ട്. സ്വർഗത്തിൽ നമ്മൾ പാതാളത്തിൽ പോയിട്ട് കിടക്ക വിളിച്ചിട്ട് ദൈവം നമ്മൾ അറിയുന്നു. 131 സങ്കീർത്തനത്തിൽ പറയുന്നത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞതിന്റെ സാരി, ദൈവം നമ്മുടെ ഹൃദയത്തെ എപ്പോഴും ശോധന ചെയ്യുന്നുണ്ട്. സോ സൺഡേ ചർച്ചിൽ വരുമ്പോൾ മാത്രം നമ്മൾ വിശുദ്ധിയുള്ളവരായി കാര്യങ്ങൾ ചെയ്ത് മാത്രം പോരാ. നമ്മുടെ ഡെയിലി ലൈഫിൽ അത് കഴിഞ്ഞിട്ടും ക്രിസ്തുജീവിതം എങ്ങനെ നിൽക്കും ദൈവം ശോധന ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാ ദാവീദിന്റെ പ്രാർത്ഥനയുടെ അടുത്തൊരു കാര്യം. അപ്പോൾ ദാവീദോടെ പറയുന്നുണ്ട്, മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ട് ഞാൻ നിന്റെ അത്ഭുതങ്ങളുടെ വചനത്തിൽ ദുഷ്ടരുടെ പാതകളെ സൂക്ഷിച്ചൊഴുകിയിരിക്കുന്നു. അപ്പൊ ദുഷ്ടന്റെ പ്രവൃത്തികൾ കണ്ട് ആ പാതകൾ പോവാതെ ദാവീദ് മാറ്റി നിൽക്കുക. പിന്നെ മാത്രമല്ല, അതിന്റെ 5-ാമത്തെ വാക്യം, എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു, എന്റെ കാൽ വഴുതിയതുമില്ല. അപ്പൊ ദാവീദ് ലൈഫ് കറക്റ്റായിട്ട് നോക്കുന്നുണ്ട്. ഒരു പ്രാർത്ഥന സമയത്തും അല്ലാത്ത സമയത്തും മാതൃകയായിട്ടാണെങ്കിൽ അവിടെ അതാ ദാവീദ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഒരു വിഷയത്തിന് മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ശൈലികളെ ക്രമപ്പെടുത്താൻ ആദ്യം നമ്മൾ ഹൃദയപ്പെടണം. അതാണ് പറയുന്നത്, ദൈവം നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ദൈവത്തിന് ഒരു സങ്കടം വരാൻ പാടില്ല. അയ്യോ ഇവരിങ്ങനെ ആയതുകൊണ്ട് എന്ത് പറ്റി, ദൈവത്തിന് സങ്കടം വരാൻ പാടില്ല. അങ്ങനെ ദൈവത്തിന് സങ്കടം വന്ന ഒരാളെ പറ്റി ശമൂവേലിന്റെ പുസ്തകത്തിൽ പറയുന്നത് ആരാന്നറിയോ?
ഷൗലിനെ ദൈവം തെരഞ്ഞെടുത്താവും. ഷൗലിന്റെ കണ്ണിൽ ഷൗലിന്റെ ഏറ്റവും ചെറിയവനായിരുന്നു. ആ ചെറിയവനായ ഷൗലിനെ ദൈവം വലിയവനായി കണ്ട് തന്റെ രാജ്യത്തിന്റെ രാജാവാക്കി മാറ്റി. എന്നാൽ ദൈവത്തിന് ഷൗലിന്റെ മേൽ എന്ത് വന്നു? നിരാശ വന്നു. എന്താ നിരാശ? കാരണം ദൈവം കൊടുത്ത ഇൻസ്ട്രക്ഷൻ, ദൈവം കൊടുത്ത കുറച്ച് കാര്യങ്ങൾ ഷൗൽ എന്ത് ചെയ്യുന്നില്ല, അനുസരിച്ചില്ല, അത് ശ്രദ്ധിച്ചില്ല. അതാ ദൈവത്തിന് ഏറ്റവും കൂടുതൽ എന്ത് വന്നത്? വിഷമം വന്നത്. നമ്മൾക്കും ദൈവം കുറെ ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്, നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം. നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെ എഴുതി വായിക്കുമ്പോൾ ലേഖനങ്ങളെല്ലാം വായിക്കുമ്പോൾ നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ചില തെറ്റുകുറ്റങ്ങൾ പറ്റാം, കാര്യങ്ങൾ വരും. അതെല്ലാം ദൈവത്തിന് അറിയാം. കാരണം ദൈവത്തിനും കുറെ പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന്റെ മക്കളായ നമുക്ക് പരീക്ഷണങ്ങൾ ഏർപ്പെടാം. പക്ഷെ ആ പരീക്ഷണ തെറ്റ് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പറ്റിപ്പോയി എന്റെ കർത്താവ് നമ്മൾ ക്ഷമിക്കണമേ എന്ന് ശോധന ചെയ്ത് ഉള്ളൊരു മനസ്സ് നമുക്ക് വേണം. അടുത്തത് ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നത്. അതാ ഞാൻ 4:5 ഇപ്പോ ദാവീദ് പറയുന്നുണ്ട്, ദുഷ്ടന്റെ പാതയിൽ അറിഞ്ഞുകൊണ്ട് ദുഷ്ടന്മാരെ തന്നെ തെറ്റിക്കാൻ നോക്കുന്നത് കണ്ടിട്ട് ദാവീദ് തിരിഞ്ഞ് നടക്കുക. അപ്പൊ നമ്മളുടെ സിറ്റുവേഷൻ, നമ്മൾ കൂട്ടിരിക്കുന്ന ചർച്ചക്കാർ, നമുക്ക് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിനോ അല്ലെങ്കിൽ നമ്മുടെ സുവിശേഷമായ ജീവിതത്തിൽ പോകുമ്പോൾ എന്തെങ്കിലും ഇടർച്ചകൾ വരുമ്പോൾ അതിന്റെ വഴിയിൽ മാറി നടന്നു പോകണം. ദൈവത്തോട് ക്ഷമ പറഞ്ഞു, കർത്താവേ അതിങ്ങനെ വരുന്ന അങ്ങനെ നമ്മുടെ എൻ്റെ അടുത്തല്ലേ എന്ന് പ്രാർത്ഥന എന്ന ദൈവം നമ്മുടെ വഴികളെ അതിന്റെ 8ാമത്തെ വായിക്കാമോ? കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ, എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വേണം. നിന്റെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ. ഈ ഒരു സങ്കീർത്തനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വചനങ്ങളാണ്. അതെന്നറിയോ? കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാക്കുന്ന ദൈവം, അല്ലേ? നമ്മൾ ദൈവത്തിന്റെ മക്കളെ ദൈവം എങ്ങനെ കാക്കുന്ന വെച്ചാൽ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാക്കുന്ന ദൈവം. എന്താ കണ്ണിന്റെ കൃഷ്ണമണിന്റെ പ്രത്യേകത? നമ്മുടെ ശരീരത്തിന്റെ പല പാർട്ടുകളുണ്ട്. ഇപ്പോൾ കണ്ണുണ്ട്, നാക്കുണ്ട്. അപ്പൊ ഇതിൽ ഈ കണ്ണിന് നാക്ക് വെച്ച് നോക്കുമ്പോൾ കണ്ണ് നാക്ക് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ആയിട്ടിരിക്കുന്നത്, അല്ലേ? ഏറ്റവും സേഫ് ആയിട്ടിരിക്കുന്ന 2 അവയവങ്ങളാണ് കണ്ണ്, കണ്ണിന്റെ കൃഷ്ണമണി, 2 നാക്ക്. നാക്കിനെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പുറത്ത് ചുണ്ടുണ്ട്, അതിനകത്ത് പല്ലുണ്ട്. പക്ഷെ കണ്ണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡസ്റ്റ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെക്ട് ആയിക്കോട്ടെ, കണ്ണിന്റെ അകത്തോട്ട് വരുന്നതിന് അടുത്തോട്ട് വരുന്നത് നമ്മുടെ കണ്ണ് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും. ഒരു മസിൽ റിഫ്ലക്ഷൻ ആക്ഷൻ ആയിട്ട് ക്ലോസ് ആവും. ഇനി നമ്മളിപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് കണ്ണുകൾ തന്നെ എന്തെങ്കിലും നമ്മൾ ദൈവം തന്നെ നമ്മൾ കണ്ണടച്ചിട്ട് അമ്മയെന്ന് വിളിക്കുക അല്ലെങ്കിൽ ദൈവമേന്ന് വിളിക്കാം. ഫുൾ വായു ഓപ്പണായി, പക്ഷെ കണ്ണ് ഫുൾ സേഫ്റ്റിയാണ്. അപ്പൊ എന്താ, ആ കണ്ണിന് നമ്മൾ അത്ര വിലയേറിയിട്ട് കണ്ണുകൊണ്ട് അത്രയും കാര്യമില്ല, അത്ര നമ്മൾ പെട്ടെന്ന് നടന്നു അല്ലെങ്കിൽ ആ മസിൽ റിഫ്ലക്ഷൻ ആക്ഷൻ ദൈവം കൊടുത്തിട്ടുള്ളത്. ഇതേ സെയിം പോലെയാണ് ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ കാണുന്നത്. അതായത് ഒരു കഷ്ടതകൾ വരുമ്പോൾ ദൈവത്തിന് അറിയാം. മത്തായി സുവിശേഷത്തിൽ പറയുന്നുണ്ട്, മക്കൾ കാര്യം ചോദിക്കുമ്പോൾ അതിന് മുന്നേ പിതാവ് അറിയുന്നു. അപ്പൊ നമ്മുടെ ദൈവം നമ്മുടെ ഞെരുക്കങ്ങൾ അറിയുന്നുണ്ട്. അപ്പൊ ആ ദൈവം നമ്മളെന്തായിട്ട് സൂക്ഷിക്കുന്നത്? സ്വന്തം കണ്ണിന് കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്നത്. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഭാരപ്പെടേണ്ട ആവശ്യമുണ്ടോ? ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ഞങ്ങൾ എവിടെ പോകുന്നു, ഞങ്ങൾ ആരോട് സഹായം ചോദിക്കേണ്ട ആവശ്യങ്ങളുണ്ടോ? ഇല്ല. എന്താ, നമ്മളെ കാക്കുന്ന സ്വന്തം കണ്ണിന്റെ കൃഷ്ണമണി പോലെ അത്ര വിലയേറിയ കാണുന്ന ദൈവം നമുക്കുണ്ട്. നമ്മളെല്ലാവരും പാപത്തിന് അടിമകളായിരുന്നു. നമ്മുടെ സ്വന്തം രക്തത്താൽ വീണ്ടെടുത്ത് നമ്മളെ രാജ്യത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന് നമ്മളെ കാക്കാനും സാധ്യമാണ്. കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാണുന്നത് നമുക്കുള്ള ഓരോരുത്തർക്കുള്ള വാല്യൂ, നമ്മൾ ദൈവമക്കളാകുന്ന നമ്മുടെ വാല്യൂ എന്താ നമ്മൾ തിരിച്ചറിയുന്ന സമയമാണ്. കാരണം ദൈവം തന്നെ സ്വന്തം കണ്ണിന്റെ കൃഷ്ണമണി പോലെ നമ്മളെ കാക്കുമ്പോൾ നമുക്ക് എത്ര വാല്യൂ തന്നിട്ടുള്ളത്. ആ ദൈവത്തിന്റെ ഓരോ ദിവസവും നന്ദി പറയണ്ടേ? ഓരോ ദിവസത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടത്തുമ്പോൾ, ഓരോ കഷ്ടതകൾ വരുമ്പോൾ അതിലെല്ലാം ദൈവം നമ്മളെ കരം പിടിച്ച് നടത്തുന്നുണ്ട്. അത്രേ ഉള്ളൂ. ദൈവം ആഴിയും നമ്മളെ കരം പിടിച്ച് നടത്തുന്ന പാഠം വരുന്നത്, അല്ലേ? ആ പാഠമല്ലേ ആഴി? ആ പാഠം അറിയത്തില്ലേ? വഴിയൊരുക്കും അവൻ ആഴികയും വലകൈ പിടിച്ചിനെ വഴി നടത്തുക. അതാ ദൈവത്തിന് ഞാൻ പറഞ്ഞിട്ട് ഉദ്ദേശത്രേ ഉള്ളൂ. നമ്മുടെ പിതാവിനോട് ചോദിക്കുന്നതിന് മുമ്പേ പിതാവ് കാര്യങ്ങൾ അറിയുന്ന പോലെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ദൈവം ആഴിയിലും വഴി തുറക്കും. വഴി തുറക്കുക മാത്രമല്ല ദൈവം ചെയ്യുന്നത്, നമ്മുടെ വലകൈ പിടിച്ച വഴികൾ നടത്തുകയും ചെയ്യുന്നത്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യങ്ങൾ. അപ്പൊ നമ്മൾക്ക് പ്രതിസന്ധികൾ, കഷ്ടങ്ങൾ വരുമ്പോൾ അത് ഒരിക്കലും നമ്മൾ സങ്കടപ്പെട്ടില്ലെങ്കിൽ പിന്മാറി പോകാൻ വേണ്ടിയിട്ടല്ല. എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉണ്ടെന്ന വിശ്വാസത്തോടെ മുന്നേറാൻ വേണ്ട ദൈവം ഓരോ കാര്യം നമ്മളോട് മുമ്പിട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അടുത്തൊരു കാര്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ 9ാമത്തെ വാക്യം വായിക്കാമോ? എന്നെ ചുറ്റിവളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വേണം. നിന്റെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ.
ദൈവത്തിന്റെ ചെറിയ കീഴിലെ ആരാ ചെറിയ കീഴിൽ മറക്കുന്നത്? ഒരു പക്ഷി തന്റെ കുഞ്ഞുങ്ങളെ ഏറ്റവും സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ കീഴിൽ മറക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ മക്കളായ നാം ദൈവം എവിടെ വരച്ചിരിക്കുന്നത്? തന്റെ ചിറകിൻ കീഴിലാണ് വരച്ചിട്ടുള്ളത്. സംഗീതം 94 പറയുന്നു, അവൻ നിന്റെ സംഗീതം 94 എന്താ പറയുന്നത്? നല്ല തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവന്റെ ചിറകിൽ ശരണം പ്രാപിക്കും, അവന്റെ വിശ്വനക്ക് പരിചയം പലകയും ആകുന്നു. അപ്പൊ ദൈവം നമ്മളെ മറയ്ക്കുന്നത് തന്റെ ചിറകിൽ കീഴിലാണ്. നമുക്ക് ആപത്ത് ഘട്ടങ്ങൾ വരുമ്പോൾ, ഇല്ലെങ്കിൽ പ്രതിസന്ധികൾ ഘട്ടം വരുമ്പോൾ മനുഷ്യനെ ആശ്രയിക്കാതെ, അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ വന്നില്ല, ഇല്ലെങ്കിൽ ഇവരെല്ലാം കൂടെ വന്നില്ല, അല്ലെങ്കിൽ അവരെ അങ്ങനെ ചെയ്തും പറയാതെ ദൈവത്തിന്റെ ചെറിയ കീഴിൽ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ പുലർത്തും. ആരും നമ്മുടെ ജീവിതത്തിന് മേലെ, നമ്മുടെ ജീവിതത്തിനെതിരെയോ ഒരു കോട്ടം തന്നെ ദൈവം അനുവദിക്കത്തില്ല. അതാ ദൈവം പറയുന്നത്, ഞാൻ നിങ്ങളെ എന്റെ ചെറുകിൻ കീഴിൽ ശരണം ആക്കി. നമുക്ക് ദൈവത്തിന്റെ ചെറുകിന്റെ കീഴിലായിരിക്കും നമ്മൾ പിന്നെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും കഷ്ടതകൾ വരുമ്പോൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും എന്താ പറയാ ത്രെട്ട് വരുമ്പോഴും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പേടിക്കേണ്ടതായിട്ട് ആവശ്യം വരുന്നില്ല. കാരണം എന്താ, നമ്മളെ മറയ്ക്കുന്ന ഇല്ലെങ്കിൽ നമ്മളെ സേഫായിട്ട് കൊണ്ടുവരുന്ന നമ്മൾ എന്താ ദൈവത്തിന്റെ ചെറുകിന് കീഴിലാണ്. പിന്നെ ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം വന്നു കഴിഞ്ഞാൽ, ഇപ്പോ നമ്മളെല്ലാവരും കഴിഞ്ഞ കുറച്ച് മാസത്തിന്റെ മുമ്പിൽ ഭയങ്കര ഭീതിയായിരുന്നു അല്ലെ? രാജ്യം മിസൈലുകൾ അങ്ങോട്ട് പോകുന്നു. ഇപ്പൊ ഞാനിത് എന്റെ ഫസ്റ്റ് ഇവിടുത്തെ ഫാസിലിറ്റി സംഗീതം പ്രബോധിക്കാൻ തന്നപ്പോൾ എനിക്ക് ദൈവം തന്ന ഒരു സംഗീതമായിരുന്നു, സംഗീതം 15. അതിനകത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് ആ ഒരു സംഭവം, ആ ഒരു സംഗീതം വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ ദൈവം കൊടുത്ത തോട്ടായിരുന്നത്, നീ എന്റെ ചെറുകിന് കീഴിൽ വസിക്കുമ്പോൾ ഇന്നെ തൊടാൻ ആരും അനുവദിക്കത്തില്ല. അപ്പൊ അതുപോലെയാണ് നമ്മുടെ എവിടെ പോയാലും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ആവശ്യങ്ങൾ ദൈവം അറിയിച്ചു കഴിഞ്ഞാൽ, കർത്താവ് അതിന് മുമ്പേ ഈ കാര്യങ്ങൾ ഇവരെ പറഞ്ഞ സ്റ്റെപ്പ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് ദൈവം നമ്മളെ പുലർത്തും. അവിടെ ദാവീദിനും സെയിം അവസ്ഥയാണ്. കാരണം ദാവീദിന്റെ സ്വന്തം പറഞ്ഞ ദാവീദ് ശാസ്ത്രക്കാരില്ലെങ്കിൽ അറിയുന്ന ആൾക്കാരൊക്കെ ദാവീദിനെ കുറ്റം പറഞ്ഞ്, അല്ലെങ്കിൽ ദാവീദിനെതിരെ തിരിഞ്ഞ് തന്റെ സ്വന്തം ജീവന് വരെ ആപത്ത് വരുത്തിയപ്പോഴും ദാവീദിനെ ഭയമില്ല. കാരണം എന്താണെന്നല്ലോ, ദാവീദ് ആരുടെ ചെലവിൽ കീഴില്ല? സ്വർഗസ്ഥനായ ദൈവത്തിന്റെ ചെലവിൽ കീഴില്ല. അതിന്റെ 13-14 വാക്യം വായിക്കാമോ? യഹോവേ, എഴുന്നേറ്റ് അവനോടടുത്ത് അവനെ തള്ളിയിടണമേ. യഹോവേ, എന്റെ പ്രാണനെ നിന്റെ വാൾ കൊണ്ടും ദുഷ്ടന്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും വിടുവിക്കണമേ. അതിന്റെ 10-15 ചേർത്ത് വായിക്കണേ. 10-15. അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു, വായ് കൊണ്ട് വമ്പ് പറയുന്നു. അവർ ഇപ്പോൾ ഞങ്ങളുടെ കാലടി തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു. ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടി വയ്ക്കുന്നു. കടിച്ചു കീറുവാൻ പതിക്കുന്ന സിംഹം പോലെയും മറുപടികളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും തന്നെ. യഹോവേ, എഴുന്നേറ്റ് അവനോട് എതിർത്ത് അവനെ തള്ളിയിടണമേ. യഹോവേ, എന്റെ പ്രാണനെ നിന്റെ വാൾ കൊണ്ടും ദുഷ്ടന്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ടും ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്ന് വിടുവിക്കണമേ. അവരുടെ ഓഹരി ഈ ആയുസ്സിൽ അത്രേ. നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു. അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്. തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു. കാരണം എന്തായാലും ദാവീദ് അതിന്റെ 1 മുതൽ 4, 5, 6 മുതലുള്ള വാക്യം പറയും. ദാവീദ് ശോധന ചെയ്ത് ദാവീദ് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ ശേഷമാണ് ദാവീദിന്റെ പ്രശ്നങ്ങൾ വരുന്നത് പറയുന്നത്. എന്താ പ്രശ്നങ്ങൾ പറയുന്നത്? ദാവീദ് അവർ തന്റെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു, വായു കൊണ്ട് വമ്പ് പറയുന്നു. ദാവീദ് ഫസ്റ്റ് പ്രശ്നം എന്താ ദാവീദ് പറയുന്നത്? തനിക്കെതിരായിട്ട് വരുന്ന വമ്പുകൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെതായിട്ടുള്ള വമ്പുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതേപോലെ നമ്മൾ ശോധന ചെയ്ത് അവരെ പറയുന്ന കാര്യം എന്തും ആയിക്കോട്ടെ, നമ്മൾ അവരോട് ചെയ്യുക, നമ്മൾ അവരോട് തിരിച്ച് വമ്പ് പറയാൻ പോകുന്നത്. ദാവീദത്രേ ഉള്ളൂ, തനിക്കെതിരെ വന്ന പ്രശ്നങ്ങളും സാഹചര്യങ്ങളും ദാവീദ് എതിർക്കാൻ പോകാണ്ട് ദൈവസന്നിധിയിൽ കൊടുത്തു. അതാണ് ദാവീദ് ചെയ്ത അടുത്തൊരു കാര്യം. നമ്മളിപ്പോ ഒരാൾ നമ്മൾ അടിച്ചു കഴിഞ്ഞ തിരിച്ച് നമ്മൾ അടിക്കാൻ പോവാതെ, അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും നമ്മളെ കളിയാക്കാൻ പോവാതെ, നമ്മളുടെ ജീവിതത്തിൽ വമ്പ് പറഞ്ഞ് അവർ തിരിച്ച് വമ്പ് പറയാൻ പോകാതെ ദാവീദ് ചെയ്തതുപോലെ നമ്മളും ദൈവസന്നിധിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ദൈവം അതിനെ പ്രവർത്തിക്കും. അതിന് ആധാരമായി നമുക്ക് വാക്യം വായിക്കാം. റോമർ 12-19 വായിക്കാമോ? പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടകൊടുക്കും. പ്രതികാരം എനിക്കുള്ളത്,
ബാക്കി കാര്യങ്ങൾ ചെയ്തോളൂ. അതാ പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിനെ നമ്മുടെ ദൈവത്തിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ലൈഫിനെ തകർക്കാൻ ശത്രുവിന് വീട് കൊടുക്കാൻ പാടില്ല. അത്രയുള്ളൂ. നമ്മളുടെ ജീവിതത്തിൽ ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ദാവീദ് ചെയ്തതുപോലെ ദൈവസന്നിധിയിൽ ആ വിഷയം ഏൽപ്പിച്ചു കൊടുത്താൽ എൻ്റെ അപ്പൻ എന്ത് ചെയ്യും? ആ കാര്യങ്ങൾ നിവർത്തിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ കാര്യങ്ങൾ ചെയ്യും. രണ്ടാമത്തെ കാര്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ യേശുക്രിസ്തുവിനെ കഴിഞ്ഞ് നമ്മൾ തന്നെ ഏറ്റവും വലിയ ഒരു കൽപ്പനയാണ് സ്നേഹിക്കണം. നമ്മൾ എന്താ പറഞ്ഞില്ല? നമ്മൾ ശത്രുവിനെയും നമ്മളോട് സ്നേഹിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അവൻ നമ്മുടെ ശത്രു നമ്മുടെ മുമ്പിൽ വന്നിട്ട് അവന് വിഷന്നാൽ അവന് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. അവൻ ദാഹിക്കാനുണ്ടെങ്കിൽ അവന് ദാഹത്തിന് വെള്ളം കൊടുക്കാനാണ് പറഞ്ഞിട്ടില്ല. നമ്മളോട് ഒരിക്കലും അവനെതിരെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ മുട്ടുമടക്കി ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം ആ കാര്യങ്ങളെ നിവർത്തിക്കും. അത് കഴിഞ്ഞ് അതാ ദാവീദ് പറഞ്ഞ അതിന്റെ 11, 12, 13 പോലെ 13 വാക്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന പോലെ അവരെ ദൈവം അവരുടെ വാളുകൊണ്ട് ദൈവത്തിന്റെ വാളുകൊണ്ട് അവരുടെ ദൈവത്തോട് കാര്യങ്ങൾ ചെയ്യണം ദാവീദ് പറഞ്ഞു. ഒരിക്കലും ദാവീദിന് ചെയ്യണം. ദാവീദിന് വേണമെങ്കിൽ തന്റെ പടയാളികളെ കൊണ്ട് തനിക്ക് കൂട്ടുകാരെ കൊല്ലാം. ദാവീദ് ചെയ്തേയില്ല. ദാവീദ് എന്താ പറഞ്ഞത്? ദൈവത്തിനോട് ദൈവത്തിനോട് അവർക്ക് ശത്രുക്കളെ അല്ലെങ്കിൽ തനിക്ക് വരുന്ന ആ പ്രതിസന്ധിയല്ല ആൾക്കാരെ മൊത്തം വെട്ടിക്കളയണം അല്ലെങ്കിൽ അവരുടെ ദൈവത്തിനോട് നശിപ്പിക്കാനാണ് ദൈവം പറഞ്ഞിട്ടുള്ളൂ. നമ്മളും അതുപോലെ ആയിരുന്ന ദൈവം നമ്മളെ മാനിക്കും. അതിന്റെ അവസാനത്തെ വാക്യം വായിക്കാവോ? ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ദാവീദ് ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ദാവീദിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എന്താ? തന്റെ ശത്രുക്കളുടെ രക്ഷ പ്രാപിക്കാനോ തനിക്ക് അനുഗ്രഹങ്ങൾ വരുന്നതാണോ? അല്ല, ദൈവത്തിന്റെ മുഖം കാണാനാണ് ദാവീദിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എത്രയോ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയും, കർത്താവേ എന്റെ വാതിലുകൾ തുറക്കണമേ, എനിക്ക് ജോലി ഇല്ലാതിരിക്കും, എനിക്ക് ജോലി നൽകി തരണേ, ഇങ്ങനെ ചെയ്തോട്ടെ, അങ്ങനെ ചെയ്യണമേ. ഇത് ഈ ഒരു അനുഗ്രഹങ്ങൾ മാത്രമല്ല, ദാവീദ് പ്രാർത്ഥിച്ച പോലെ ദാവീദിന്റെ പ്രാർത്ഥന ദാവീദിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ദൈവത്തെ പിന്നെയും കാണാമെന്നായിരുന്നു, ദൈവത്തിന്റെ മുഖം കാണാമെന്നായിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു വിഷയത്തിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവം നമ്മുടെ കാര്യത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. മാത്രമല്ല ഈ സങ്കീർത്തനം 17 പറഞ്ഞ 4 കാര്യങ്ങളാണ്. 4 കാര്യങ്ങൾ നമ്മൾ കൂടെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, പ്രസിദ്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ദൈവത്തോട് നിലവിളിക്കുക, ദൈവം അതിന് മറുപടി തരും. രണ്ടാമത്തത്, നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ സ്വയം പരിശോധനയ്ക്കായി ദൈവപ്പെട്ട് കൊടുക്കുക, ദൈവം അതിനെ പരിശോധിച്ച് കാര്യങ്ങൾ ചെയ്യും. നാലാമത്, അപകടത്തിൽ ദൈവത്തിന്റെ ചെറിയ ശബ്ദം പ്രാപിക്കുക. അപകടങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ മനുഷ്യനെ ആശ്രയിക്കാതെ സ്വർഗ്ഗസ്ഥൻ അപ്പനെ ചെറിയ പ്രാപിച്ചാൽ ദൈവം അതിനുള്ള വഴി തുറക്കും. നാലാമത്തെ കാര്യം, എല്ലാത്തിനും മുകളിൽ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക. ലോകമായ ചിന്തകളുള്ള പണത്തിന്റെ മേലെയോ ഇല്ലെങ്കിൽ സമ്പത്തിന്റെ മേലെയോ മറ്റുള്ള കാര്യങ്ങൾ പോകാതാണ് ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചാൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. ഇതാണ് ദൈവം എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത്. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ പ്രാർത്ഥനയിലും വിശ്വാസത്തിലുമായിരിക്കുക. വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അത് ലഭിച്ചു എന്നാണ് മാർക്കോസിന്റെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് ലഭിച്ചു, ഇല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുന്ന വിഷയങ്ങളുടെ നിങ്ങൾക്ക് മറുപടി ലഭിച്ചെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ദാവീദ് പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥനയുടെ മുമ്പിൽ സ്വയം വിധേയപ്പെട്ട് ശോധനകൾ ചെയ്യുന്ന ദൈവം നിങ്ങളെ ഞാൻ കാര്യങ്ങളെ പ്രവർത്തിക്കുമാറാകും, നിങ്ങളുടെ കാര്യങ്ങളെ ദൈവം നിർത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നൊരു അവസരത്തെ പാസ് എന്ന് പറഞ്ഞുകൊണ്ട്